എറണാകുളം ആലുവയിലെ സ്വകാര്യ ബസ് ജീവനക്കാരുടെ ലഹരി ഉപയോഗം സംബന്ധിച്ച വിവരങ്ങൾ തെളിവുകളടക്കം 24 നേരത്തെ പുറത്തുവിട്ടിരുന്നു. ജീവനക്കാരുടെ ലഹരി ഉപയോഗം ബസ് ഉടമകളുടെ അറിവോടെ എന്നാണ് ശബ്ദ സന്ദേശം. മദ്യപിച്ച യാത്രക്കാരുമായി ബാരിസ്റ്റർ എന്ന ബസ് ഓടിച്ച ഡ്രൈവർ എഡ്വിൻ ആന്റണി കഴിഞ്ഞ ദിവസം ഫോർട്ട് കൊച്ചി പോലീസിന് പിടിയിലായിരുന്നു. അതേ ബസ്സിന് ഉടമകളിൽ ഒരാളുടെ വാട്സാപ്പ് ഓഡിയോ ആണ് ചോർന്നത്. ശബ്ദ സന്ദേശം 24 കിട്ടി. അതൊന്ന് കേൾക്കാം. ഞാൻ പ്രത്യേകം പറഞ്ഞു, ഈ വിഷയം കൊണ്ടാണ് പിറ്റേ ദിവസം വണ്ടി ഒതുക്കിക്കോട്ടെ എന്ന് ചോദിച്ചു പണിക്കാർ. ഞാൻ പറഞ്ഞു എൻ്റെ വണ്ടി ഓടണം, എൻ്റെ വണ്ടിയുടെ എല്ലാം ക്ലിയർ ആണ്, പിന്നെ നമ്മളെന്തിനാ പേടിക്കണം? നിന്റെ കയ്യിൽ സാധനമോ എന്തെങ്കിലും ഉണ്ടാവോ? അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, മാറ്റിക്കോ. എൻ്റെ വണ്ടി ഓടണം പറഞ്ഞ് ഒരുപാട് വണ്ടി ഒതുക്കിയിട്ടിട്ടും എൻ്റെ വണ്ടി ഓടി. ആ വിഷയത്തിൻ്റെ ആ ന്യൂസൊക്കെ തന്നെ പിറ്റേ ദിവസം എൻ്റെ വണ്ടി ഓടി. പ്രത്യേകം പറഞ്ഞു, വിജിലൻ്റ് ആയിരിക്കണം കേട്ടോ, കോഷ്യസ് ആയിരിക്കണം. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും അഭിഭാഷകരും ബിനാമികളെ മുൻനിർത്തി നിരത്തിൽ ബസ് ഇറക്കുന്നു. RC ബുക്കിൽ പഴയ ഉടമയുടെ പേര് നിലനിർത്തിയാണ് അധികാരികളുടെ കണ്ണിൽ പൊടിയിടുന്നത്. ISROയിലെ ജീവനക്കാരനും കൊച്ചിയിൽ സ്വകാര്യ ബസ് ഉടമയാണ്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. 2-ാം തീയതി ഇവിടെ ലോഞ്ച് ഉണ്ട് ശ്രീഹരിക്കോട്ടയിൽ. അതിൻ്റെ ഡ്യൂട്ടിക്ക് വന്നിരിക്കണം. ഞാൻ 2-ാം തീയതി എനിക്ക് അവിടെ പോകണം. എൻ്റെ ജോലി ഇങ്ങനെ, ഞാനൊരു ഗവൺമെൻറ് ജോലിയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. എനിക്ക് അതിനകത്ത് ഫുള്ളായിട്ട് ഇറങ്ങി നിൽക്കാൻ, എനിക്ക് നെഗറ്റീവായിട്ട് സംസാരിക്കാൻ പോലും പറ്റില്ല. അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ വെച്ചിരുന്നു. അമൽ, ഇത്തരം സംഘങ്ങളുണ്ടെന്നും ആ സംഘങ്ങളുടെ വലിയ പിന്തുണയിലാണ് ഈ വലിയ ധാർഷ്ട്യവും അഹങ്കാരവും റോഡിൽ ഈ ഡ്രൈവർമാർ കാണിക്കുന്നതെന്നും ഒക്കെ നമുക്ക് നേരത്തെ തന്നെ സൂചനയും ബോധ്യമുള്ളതാണ്. ആ ബോധ്യം കുറച്ചുകൂടി വ്യക്തമായി വരുന്നു. അമൽ, ഹാഷ്മി, അടിമുടി ക്രമക്കേടാണ് ആലുവയിലെ സ്വകാര്യ ബസ്സുകളെ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. പലരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും അഭിഭാഷകരും അടക്കമുള്ള പലരും, സമൂഹത്തിലെ പ്രമുഖരായിട്ടുള്ള പലരും ഇത്തരത്തിൽ ബിനാമികളെ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ സ്വകാര്യ ബസ്സുകളെ നിരത്തിൽ ഇറക്കുന്നു എന്നതാണ് അതീവ ഗൗരവകരമായിട്ട് തന്നെ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് കണ്ടുവരുന്നത്. ഇതിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തന്നെ വ്യാപകമായി ഈ ഒരു സംഭവത്തെക്കുറിച്ച് വാർത്തകൾ നൽകിയിരുന്നതാണ്. അതിൽ പ്രധാനം ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ സ്വകാര്യ ബസ് ജീവനക്കാർ യാത്ര ചെയ്യുന്നു. ഈ ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ട് വേണ്ടി മാത്രമായി പലരും കാരുണ്യ യാത്രകളെ ദുരുപയോഗം ചെയ്യുന്നു അടക്കമുള്ള പല വാർത്തകളും നമ്മൾ നൽകിയതാണ്. ഇതിനെ തുടർന്ന് വ്യാപകമായ പരിശോധനയാണ് ആലുവയിലും സമീപ പ്രദേശത്തും മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നത്. പ്രത്യേകിച്ചും മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ അടിവരയിടുന്ന മറ്റൊരു വാർത്ത കൂടി അമൽ സുരേന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.